അപ്പോൾ അങ്ങനെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് നട്ട് കൊടുത്താൽ നമ്മൾ ചട്ടിയിൽ പച്ചമുളക് ഒക്കെ പൂവായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ചട്ടിയിൽ നട്ട സമയത്ത് ഒരു 1/4 ഭാഗവും മണ്ണൊക്കെ നിറച്ച്, അതായത് ചാണകപ്പൊടിയും മണ്ണും കരിയിലയും വേപ്പിൻ ഒക്കെ കൂടെ മിക്സാക്കിയൊക്കെ നട്ടു കൊടുത്തായിരുന്നു. അപ്പോൾ ഇതാ വെള്ളമൊക്കെ ഒഴിച്ച് എല്ലാം കരിയിലയൊക്കെ ആണെങ്കിലും ഒന്ന് അഴുകി എല്ലാം ഏകദേശം ഒരു പകുതിയായി കേട്ടോ. അപ്പോൾ നമ്മുടെ ചെടിയുടെ വേരൊക്കെ മണ്ണിന് മുകളിലാകാതെ നമുക്ക് വീണ്ടും കുറച്ച് വളങ്ങളും മണ്ണൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ മണ്ണ് ഞാൻ ഇതുപോലെ ഒന്ന് ഇളക്കി, ചെറുതായിട്ട് വേരെ തട്ടാതെ ഒന്ന് ഇളക്കി. ഇത് പിന്നെ ചാണകപ്പൊടിയും വേപ്പ് പിണ്ണാക്കും കൂടെ മിക്സാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചാണകപ്പൊടി ഇങ്ങനെ കൊടുക്കുമ്പോഴേ അതിൻ്റെ കൂടെ കുറച്ച് വേപ്പ് പിണ്ണാക്കും കൂടെ ഇതുപോലെ മിക്സാക്കി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മണ്ണിലുള്ള ഉറുമ്പിൻ്റെ ശല്യമോ അതേപോലെ തന്നെ മറ്റ് കീടങ്ങളുടെ ശല്യമോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കുറേശ്ശെ നമ്മൾ വേപ്പ് പിണ്ണാക്ക് ഇട്ട് കൊടുത്താൽ അതൊക്കെ ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ചാണകപ്പൊടിയുടെ കൂട്ടത്തിൽ ഇച്ചിരി മിക്സാക്കി ഇട്ട് കൊടുക്കുകയാണ്. അത് 2 പിടി ഇട്ട് കൊടുത്തു. പിന്നെ ഇതാ നമ്മുടെ കരിയില കണ്ടോ, കരിയില ഞാനിത് കുറച്ച് ചെറുതാക്കി എടുത്താണ്. വലിയ കരിയിലയൊക്കെ എടുത്ത് നമ്മൾ ചട്ടിയിലോ ഗ്രോ ബാഗിലൊക്കെ ഇതുപോലെ ഒന്ന് കുത്തി നിറച്ച് അതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലത്. ഇതേപോലെ ഒന്ന് ചെറുതാക്കി ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെറുതാക്കി ഇട്ട് കൊടുത്താലേ നമ്മുടെ കരിയില പെട്ടെന്ന് കമ്പോസ്റ്റായി കിട്ടും കേട്ടോ. പെട്ടെന്ന് കമ്പോസ്റ്റായി കിട്ടുകയും ചെയ്യും. അതുമാത്രമല്ല നമ്മുടെ ചെടികൾ പെട്ടെന്ന് നല്ല രീതിയിൽ വേര് പിടിച്ച് പെട്ടെന്ന് വളരുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചകിരിച്ചോറിൻ്റെ ആവശ്യമില്ല, ചകിരി കമ്പോസ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇതേപോലെ നമ്മൾ കരിയില ഇട്ട് കൊടുത്താൽ മതി. നല്ല രീതിയിൽ മണ്ണ് ഇളകി കിട്ടുകയും ചെയ്യും, നല്ല വേരോട്ടം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതാ നമ്മൾ കരിയില ഇട്ട് കൊടുത്തതിന് മുകളിൽ ഒരു പിടി നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണാണ് കേട്ടോ വേണ്ടത്. അതിന് നല്ല ഞാൻ പൊടിയായിട്ടുള്ള കുറച്ച് മണ്ണ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ മണ്ണും നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം അതിൻ്റെ മുകളിൽ. അങ്ങനെ നമ്മുടെ മണ്ണും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണല്ലേ ഇതിൻ്റെ മുകളിൽ മണ്ണ് ഒട്ടും ഉറച്ചിരിക്കില്ല കേട്ടോ. അങ്ങനെ മണ്ണ് ഉറച്ച് പോയാലും നമ്മൾ വീണ്ടും കൊടുക്കുന്ന വളങ്ങളോ വെള്ളമോ ഒന്നും നമ്മുടെ ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റുകയില്ല. അപ്പം അതിനാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും നനയ്ക്കുന്ന സമയത്ത് അതിൻ്റെ അതായത് ചുവട്ടിലെ മണ്ണൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഇതൊക്കെ ചെയ്തതിന് ശേഷം മുകളിൽ ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം, തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ്, അതൊന്ന് നേർപ്പിച്ചെടുത്തിട്ട് അത് ഞാൻ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇത്രയൊക്കെ ചെയ്താൽ മതി നമ്മുടെ പച്ചമുളകിന്.